ഞങ്ങൾ ജന്മനാൽ എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അതിൻ്റെ അച്ഛനൊക്കെ ഗുരുവായൂരുകാർ തന്നെയാണ്. കടപ്പുറം നിവാസികളുടെ അല്ലെങ്കിൽ കടലോരത്ത് താമസിക്കുന്ന ആളുകളുടെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. കാൻഡിഡേറ്റിനോട് പറയാൻ മടിച്ചിട്ടാണോ എനിക്കറിയില്ല. എന്തായാലും പൊതുവിൽ അങ്ങനെ ഉണ്ടായില്ല. ഞാനതിനൊക്കെ എന്താ പറയുക പരിഗണിക്കുന്നേ ഇല്ല. പ്രചാരണ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അതെ, എങ്ങനെയാണ് സാധ്യതകളെ വിലയിരുത്തുന്നത്? അല്ല, പൊതുവിൽ ഞാനിപ്പോൾ രണ്ടാഴ്ചയിലധികമായിട്ട് ഈ മണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും സഞ്ചരിച്ചതാണ്. വോട്ടർമാരുടെ കയ്യിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് കൈപ്പൊങ്കലത്തിൻ്റെ മുൻകാലത്തെ പാരമ്പര്യം അനുസരിച്ച് LDF-ന് നല്ല വിജയം ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മുൻകാലങ്ങളിൽ കഴിഞ്ഞ 2-3 ടൈമുകളായിട്ട് LDF തന്നെയാണ് കൈപ്പൊങ്കലത്തിലെ ജനപ്രതിനിധികളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് താങ്കളെ സഹായിക്കും? അല്ല, അവർ രണ്ടുപേരും വളരെ ജനകീയരായിട്ടുള്ള ജനപ്രതിനിധികളായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അവരൊരുപാട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൈസൺ മാഷ്ക്കാണെന്നുണ്ടെങ്കിൽ വേറൊരു സൗകര്യം കിട്ടിയത് ആ പീരീഡിൽ LDF-ൻ്റെ ഗവൺമെൻറ് ആയിരുന്നു 2 ടേം. അപ്പോൾ ആ ഗവൺമെൻറ് കൂടി സപ്പോർട്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നന്നായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മണ്ഡലത്തിലെ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് വരുന്നുണ്ട്. ചില ആളുകൾ ചില പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവരവരുടെ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഞാനത് കേൾക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, ഇതേപോലെയുള്ള ആവശ്യങ്ങൾ കേട്ടതിന് ശേഷം അങ്ങനൊരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു ചർച്ച നടത്തി അതിൻ്റെ ഒരു പ്രയോറിറ്റിയൊക്കെ നിശ്ചയിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ ഇപ്പം ഞാൻ ഇവിടെ ഇത് നടത്തിയല്ലോ, കോഫി വിത്ത് കാൻഡിഡേറ്റ് എന്നുള്ളൊരു പരിപാടി നടത്തി. അതിൽ ഒരുപാട് ആശയങ്ങൾ ആളുകൾ ഉന്നയിച്ചു. ഓരോ വിവിധങ്ങളായ മേഖലകളിലെ ആളുകളാണ്. അതൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് വേണ്ടി വരും നമുക്ക് അത്തരമൊരു അവസരത്തിൽ കാര്യങ്ങൾ ആലോചിക്കാം. പൊതുവെ ഒരു ഭരണകക്ഷി തുടർച്ചയായിട്ട് 2 ടേം ഭരിക്കുന്നു. ഒരു ഭരണവിരുദ്ധ വികാരം എവിടെയെങ്കിലും പ്രകടമാകുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നിയില്ല. നമ്മൾ ചെല്ലുന്ന മേഖലകളിലൊക്കെ ഗവൺമെൻറ്റിന് എന്തെങ്കിലും മൈനസ് ഉണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ വോട്ടർമാർ പറഞ്ഞില്ല. ഇനിയിപ്പോൾ കാൻഡിഡേറ്റിനോട് പറയാൻ മടിച്ചിട്ടാണോ എനിക്കറിയില്ല. എന്തായാലും പൊതുവിൽ അങ്ങനെ ഉണ്ടായില്ല, അങ്ങനെ കേട്ടില്ല. താങ്കൾ ഗുരുവായൂർ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചത്. ഭൂമിശാസ്ത്രപരമായിട്ട് 2 വ്യത്യസ്ത മേഖലകളാണ്. ഇതൊരു കടലോരമാണ്. എനിക്കൊന്ന് ഗുരുവായൂർ കുറച്ചുകൂടി വ്യത്യസ്തമുള്ള ഒരു മേഖലയാണ്. എങ്ങനെയാണ് ഈ 2 ഭൂപ്രകൃതി? അത് തന്നെ തെറ്റാ. കാരണം ഗുരുവായൂർ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലോരാണ്. കടപ്പുറം പഞ്ചായത്ത് മുതൽ അണ്ടത്തോട് വരെ വേണമെന്നുണ്ടെങ്കിൽ ഈ തീരപ്രദേശത്തിൻ്റെ 60 കിലോമീറ്ററിൽ ഒരു കഷ്ടി 10-30 കിലോമീറ്റർ അല്ലെങ്കിൽ 10-25 കിലോമീറ്റർ കടലോരാണ് ഗുരുവായൂർ മണ്ഡലം. ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ കൾച്ചർ തന്നെ ഒരു തീരപ്രദേശത്തിൻ്റെ കൾച്ചറാണ്. ഗുരുവായൂരും പൂക്കോടും വേണമെങ്കിൽ വടക്കേകാട്, ഈ 3 പഞ്ചായത്ത് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ചാവക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ കടലോരാണ്. അപ്പോൾ എനിക്ക് ഈ കടപ്പുറം നിവാസികളുടെ അല്ലെങ്കിൽ കടലോരത്ത് താമസിക്കുന്ന ആളുകളുടെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. ഈ സമയക്കുറവ് ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ പ്രചാരണത്തിന്? കാരണം പെട്ടെന്ന് കടന്നു വന്നു. അത് സമയക്കുറവ് ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സൗകര്യമുണ്ട്. കാരണം കടുത്ത ചൂടും മറ്റു പ്രശ്നമൊക്കെ ആയതുകൊണ്ട് വളരെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തന്നെ വളരെ അവസരമാവും. അപ്പോൾ അതുകൊണ്ട് ചുരുങ്ങിയ സമയം കിട്ടിയത് ഒരു കണക്കിന് നല്ലതായിട്ടാക്കി തോന്നുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ താങ്കളൊരു തമിഴ്നാട്ടുകാരനാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടുള്ള ചില പോസ്റ്റുകളൊക്കെ അനോണിമസ് ആയിട്ട് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും താങ്കൾ ഗുരുവായൂരാരനാണെന്ന് താങ്കളെ അറിയാവുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം. പക്ഷെ ഇതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു പ്രചരണം അങ്ങനെ വന്നിരുന്നു. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനതിനൊക്കെ എന്താ പറയാ പരിഗണിക്കുന്നേ ഇല്ല. അതൊക്കെ തള്ളിക്കളയുന്ന ഒരു കാര്യം. എന്നെ അറിയുന്ന ഒരാൾക്ക് എൻ്റെ വേണമെങ്കിൽ ഒരു 5 തലമുറയിൽപ്പെട്ട ഞാൻ അതിൻ്റെ മുമ്പുണ്ടോ എന്നൊക്കെ അറിയില്ല. അങ്ങനെ തമിഴുമായി ബന്ധപ്പെട്ടൊരു ഇതുണ്ടാവേണ്ട കാര്യമുള്ളതല്ല. ഞങ്ങൾ ജന്മനാൽ എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അതിൻ്റെ അച്ഛനൊക്കെ ഗുരുവായൂരുകാർ തന്നെയാണ്. പിന്നെ അവരുദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് കൊണ്ടാണോ എനിക്കറിയില്ല. പേര് ഇത് തമിഴല്ല. പേര് ഇത് സത്യത്തിൽ ഇത് ശ്രീലങ്കൻ പേരാണ്. ഇപ്പം ജയരാജന്മാരുണ്ട്, ജയരാജൻ, വത്സരാജൻ, ഇതൊക്കെ ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരുകളാണ്. കാരണം എൻ്റെ ഫാദർ ശ്രീലങ്കയിൽ പോയി. അന്ന് ഗൾഫിൽ പോണതിന് പകരം
സിലോൺ പൂവ എന്ന് പറയുന്ന, അങ്ങനെ സിലോണിൽ നിന്ന് കമ്മ്യൂണിസ്റ്റായി വന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം പേരിലുണ്ടായിട്ടുണ്ട്. അതല്ല, പക്ഷെ ഇപ്പോൾ പേര് വളരെ ഫെമിലിയറാണ്. കേരളത്തിൽ വത്സരാജനും വത്സലനൊക്കെ ഉണ്ട്. ഇനി അതാണ് അവരുദ്ദേശിച്ചത് എനിക്കറിയില്ല. എന്താണ് അങ്ങനെ ഒരു ആംഗിളിൽ പ്രചരിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ എന്നോട് ചിലരങ്ങനെ ചോദിച്ചു. അതൊക്കെ എന്നെ അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഗുരുവായൂരിൽ ജനിച്ചു വളർന്ന ആളാണ്. ഗുരുവായൂരിലെ ഏത് വിഭാഗം ജനങ്ങൾക്ക് തന്നെ വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അതൊന്നും ഈ നാട്ടിലെ വോട്ടർമാരുടെ ഇടയിൽ യേശുന്ന് ഞാൻ കരുതലില്ല. എങ്ങനെയാണ് ഈ പൊതുരംഗത്തേക്ക് വന്നത്? ഏത് കാലഘട്ടത്തിൽ? അല്ല, ഞാൻ വന്നത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാദർ സിലോണിൽ പോയി കമ്മ്യൂണിസ്റ്റായി തിരിച്ചു വന്ന് പിന്നെ ഫുൾ ടൈം ട്രേഡ് യൂണിയനിസ്റ്റ് ആയിരുന്നു. ചെത്തുതൊഴിലാളികളെ സംഘടിപ്പിച്ച് ചാവക്കാട് താലൂക്കിലെ കള്ള് ചെത്തു തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ടാണ് അച്ഛൻ ട്രേഡ് യൂണിയൻ രംഗത്ത് വന്നത്. അദ്ദേഹം അതിൻ്റെ ഒരു ലീഡറായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിൽ മീറ്റിങ്ങുകളും അച്ഛനെ കാണാൻ വരുന്ന ആളുകളും അങ്ങനെ ഒരു പൈതൃകം ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഒരു പൊതുരംഗത്ത് പൊതു രംഗം ശ്രദ്ധിക്കുന്നത്. പിന്നെ വിദ്യാർത്ഥിയായപ്പോൾ ഞാൻ വിദ്യാർത്ഥി സംഘടനയിലെ IESF അംഗമായി. ഞാൻ അങ്ങനെ ഇന്നാളുടെ മകനാണെന്നുള്ളതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടുത്തി അങ്ങനെ ഞാൻ ശ്രീകൃഷ്ണ ഹൈസ്കൂള് പിന്നെ കോളേജിലാണ് ഞാൻ IESF ആക്റ്റീവായിട്ട് വന്നത്. അതാണ് വേണമെങ്കിൽ എൻ്റെ ഒരു ആരംഭം. പിന്നെ വേണമെങ്കിൽ ഞാൻ കോളേജ് കഴിഞ്ഞ് അധികം വൈകാതെ അപ്പോഴേക്കും എൻ്റെ ഫാദർ തന്നെ സുഖമില്ലാണ്ടായി. ഞാനൊരു എന്തെങ്കിലും ജോലിയെക്കുറിച്ചൊക്കെ ഉള്ളൊരു ആലോചനയിൽ ആണ്. വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടും ജോയിൻറ്റ് കൗൺസിലിൻ്റെ സംസ്ഥാന ചെയർമാനുണ്ടായിരുന്നു, EJ ഫ്രാൻസിസ്. ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ മകനും ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവരെ കൂടിയിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു ഹോട്ടൽ ആരംഭിച്ചിരുന്നു അവിടെ, ഗുരുവായൂർ ഹോട്ടൽസ്. ആദ്യത്തെ ഗുരുവായൂരിലൊരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലും വലിയ സംവിധാനമായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എന്നോട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഇതനുസരിച്ച് ജോലി ചെയ്യാൻ പറഞ്ഞു. ഞാനങ്ങനെ അതിലേക്ക് കയറി. ESFും YF ഒക്കെ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് രാജേട്ടനാണ് അന്ന് ജില്ലാ സെക്രട്ടറി VK രാജൻ. രാജേട്ടൻ പറഞ്ഞു, നീ ജോലിക്കൊന്നും പോണ്ട, പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകനാകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു ഫുൾ ടൈം പാർട്ടിക്കാരൻ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. പക്ഷെ രാജേട്ടൻ്റെ നിർബന്ധം ഞാൻ ജോലി ഉപേക്ഷിച്ച് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആവുകയും ചെയ്തു. അത് വേണമെന്നുണ്ടെങ്കിൽ 24ാമത്തെ വയസ്സിൽ ഞാൻ മണ്ഡല സെക്രട്ടറി ആയിട്ടുണ്ട്. ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് പാർട്ടി നേതാക്കന്മാരായിരുന്ന ആളുകൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അത് വളരെ അപൂർവമായിരിക്കും. അത് വേണമെങ്കിൽ അപൂർവമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആ പ്രായത്തിൽ ഒരു പാർട്ടിയിൽ സെക്രട്ടറി ആവുമെന്ന്. അത് രാജേട്ടനാണ് എന്നോട് പറഞ്ഞത്. അത് നിനക്ക് പറ്റും, നീ ആവണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചത് രാജേട്ടനാണ്. പിന്നെ ഞാൻ അതിന് വിധേയപ്പെട്ട് പാർട്ടി സെക്രട്ടറി ആയി. അങ്ങനെയാണ്. പാർലമെന്ററി രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? പാർലമെന്ററി രംഗത്ത് ഞാൻ വന്നിട്ടില്ല. പാർട്ടി സെക്രട്ടറി ആയിട്ടാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ വൈസ് ചെയർമാനായിരുന്നു, വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു 5 വർഷം PS ഗവൺമെൻറ് കാലം. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് 10 കൊല്ലം ഞാൻ KTDCയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അല്ലാതെ മറ്റു രീതിയിലൊന്നും വന്നിട്ടില്ല. ഈ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് ജയസാധ്യതകളിൽ? ഞാൻ ചെല്ലുന്നിടത്തൊക്കെ നമ്മുടെ ആളുകൾ പറയുന്നത്, എന്തിനത്ര ഞങ്ങളടുത്ത് വരുന്നത്, ഇവിടെ ജയിച്ച് കിടക്കുന്ന മണ്ഡലമാണല്ലോ, നിങ്ങൾ ജയിക്കുമല്ലോ. ചില ആളുകൾ എണ്ണം തന്നെ പറയും 30,000 വോട്ടിന് ജയിച്ച് കിടക്കല്ലേ എന്നൊക്കെ പറയുന്ന സ്വഭാവമുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നൊരു ലെഫ്റ്റിൻ്റെ മണ്ഡലം എന്ന രീതിയിൽ അതിനകത്ത് വേറെ പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. നന്നായി കാലങ്ങളായി സീറ്റുകൾ ഉറച്ച സീറ്റാണ്. കേരളത്തിലെ എണ്ണി പറയാവുന്ന സീറ്റുകളിൽ ഒന്നാണ്. കൈപ്പമംഗലം പോലെ ഒരു സീറ്റിൽ മത്സരിക്കാൻ കഴിയുന്നു എന്നുള്ളത് സത്യത്തിൽ കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് പ്രചാരണം നടത്താൻ ഉപകരിക്കും. അപ്പൊ എങ്ങനെയാണ്, ടെൻഷനോട് കൂടിയാണോ? അല്ലെങ്കിൽ എനിക്കൊരു ടെൻഷനും ഇല്ല സത്യത്തില്. എനിക്കങ്ങനെ ഒരു ടെൻഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെ ചില പ്രചരണമൊക്കെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുന്നതെന്ന് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ. ഞാൻ അതിൽ വേറെ ഇത് കൂടിയും കണ്ടു. മറ്റെന്താണ്, വട്ടിപ്പലിശ. അത് എൻ്റെ വീട്ടിൽ ഒരാളും ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ ട്രേഡ് യൂണിയനിസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കൃഷി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ്. ഒരു ആവറേജ് വീടാണ്, അല്ല ഫാമിലിയാണ്, അല്ലാതെ വലിയ ഹൈ ഇതൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഫുൾ ടൈമറായി. എൻ്റെ വൈഫ് ടീച്ചറാണ്. പിന്നെ എനിക്ക് 2 മക്കളാണ്. എൻ്റെ വട്ടിപ്പലിശക്കാരൻ എന്ന് മാത്രമല്ല, എൻ്റെ
മകനാണ് ആ ബിസിനസ് നടത്തുന്നത് വരെ അതിലെന്താ പറഞ്ഞത്. എനിക്കാകെ 2 മക്കളാണ്. അതിൽ മൂത്താള് ഇപ്പോൾ ഡിഗ്രിക്ക് കഴിഞ്ഞ് അവന് ജോലിയായി, അവൻ കല്യാണം കഴിച്ചു, അവൻ അബുദാബിയിൽ വർക്ക് ചെയ്യാണ്, അവൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്യുക. പിന്നെ രണ്ടാമത്തെ മകൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് PSC കോച്ചിങ്ങിനൊക്കെ പോവുകയാണ്. ബിസിനസ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയുടെ ഭാഗമായിട്ടേ ഇല്ല. അതൊക്കെ വളരെ ബോധപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു പ്രചരണമാവും. അതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. ഈ നമ്മൾ ഈ ഫീൽഡിൽ പോകുമ്പോൾ ഇവിടെ ഇന്നത് ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ എന്തെങ്കിലും? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ചില മേഖലയിൽ ഇപ്പോൾ ഓരോ ജനവിഭാഗത്തിന് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അത് പറയുന്നുണ്ട്. ചില മറ്റേ ഫിഷ് ലാൻഡിങ് സെൻറ്റർ വരുന്നതിനെ കുറിച്ച് വലപ്പാട്ട് ഇവിടുത്തെ എന്താ നമ്മുടെ കമ്പനിപ്പടി ആ മേഖലയിൽ നിന്ന് അങ്ങനെ അഭിപ്രായം വന്നു. പിന്നെ ചില നമ്മുടെ അഴീക്കോട് തന്നെ കുറച്ച് സ്ഥലം ഫിഷ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. ഒരു 10 വർഷത്തെ പ്രവർത്തനം താങ്കൾക്ക് ഏറെ ഗുണകരമായി തോന്നുന്നുണ്ട്? ഗുണമുണ്ട്, ഗുണകരമാണ്. മാഷ്ക്കുണ്ടായ ഒരു ഗുണം എനിക്ക് തോന്നുന്നത് വെച്ചാൽ, മാഷ് എല്ലാ കാലത്തും ജനപ്രതിനിധിയായ ഒരാളാണ്. ആള് വാർഡ് മെമ്പറായിരുന്നു, ബ്ലോക്ക് മെമ്പറായിരുന്നു, ജില്ലാ മെമ്പറായിരുന്നു, പിന്നെ MLA ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആളുടെ ഒരു പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ആ രംഗത്ത് നന്നായിട്ട് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. പാർട്ടി ചുമതലയൊക്കെ ആൾക്ക് അത്ര ആ അർത്ഥത്തിൽ വേണ്ടത്ര വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ സൗകര്യം ആൾക്കുണ്ടായിട്ടുണ്ട്. ആൾ നന്നായിട്ട് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹോബികളൊക്കെ എന്തൊക്കെയാണ്? ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സത്യത്തിൽ എൻ്റെ ലൈഫിൽ ചെറുപ്പം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം 24ാമത്തെ വയസ്സിൽ പാർട്ടി ചുമതലക്കാരൻ, പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ പിന്നെ അതെ പക്വത അല്ലാണ്ട് പെരുമാറാൻ പറ്റില്ല. അപ്പോൾ ഞാനത് നമ്മുടെ MES കോളേജിലെ കുട്ടികളുടെ അടുത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേണമെന്നുണ്ടെങ്കിൽ ഒരു യൂത്ത് സമയത്ത് ആസ്വദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും തന്നെ സാധിക്കാതെ പോയ ഒരാളാണ് ഞാൻ. ആ കാലം മുതലേ വളരെ പക്വതയോടുകൂടി കാര്യങ്ങളെ കാണേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. പിന്നെ ഞാൻ സാധാരണ ആളുകളെ പോലെ സിനിമ കാണലും വായനയൊക്കെ, സിനിമയൊക്കെ ഇപ്പോൾ തീരെ കാണാൻ സമയം കിട്ടാറില്ല. അത്യാവശ്യം വായിക്കൊക്കെ ചെയ്ത് ഏർപ്പാടുകളുണ്ട്. അതൊക്കെ ആ രീതിയിലുള്ളൂ. രാജേട്ടനെ കുറിച്ച് പറയുമ്പോൾ സിനിമാ പ്രേമിയായിരുന്നു രാജേട്ടൻ. ഉണ്ട്. രാജേട്ടനും കരുണേട്ടനും ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ ജില്ലാ സെക്രട്ടറിമാരൊക്കെ സിനിമാ പ്രേമികളായിരുന്നു. നന്നായിട്ട് സിനിമ കാണുമായിരുന്നു, അതൊക്കെ ചെയ്യായിരുന്നു. എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്താണ് അഭിപ്രായം? എതിർ സ്ഥാനാർത്ഥികൾ രണ്ടാളും എനിക്ക് നല്ലപോലെ അറിയുന്ന ആളുകളാണ്. അദ്ദേഹത്തിനെ അറിയാം, നാസറിനെ അറിയാം, മറ്റേ അതുല്യ ഘോഷിനെ അറിയാം. ഇതൊരു വ്യക്തിപരമായിട്ടുള്ളൊരു സമരമൊന്നുമല്ലല്ലോ, ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് ഞാൻ കാണുന്നു. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കുറവുകളോ കൂടുതലുകളോ ഒന്നും ഒരു ഇലക്ഷനിൽ ആ തലത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വോട്ടർമാരോട് എന്താണ് വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, കൈപ്പമംഗലത്തിൻ്റെ വികസനത്തിന് 3ാം ഗവൺമെൻറ് LDFൻ്റെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായി പ്രയോജനപ്പെടുത്താൻ പറ്റും. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് വികസന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് നിഷ്പക്ഷമതികളായ ആളുകൾക്ക് ബോധ്യാവുന്നൊരു കാര്യമാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞിരുന്നത് വികസന വിരോധികൾ എന്നാണ്. ആ ഒരു ട്രെൻഡ് തന്നെ മാറ്റിയല്ലോ. കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ പല പദ്ധതികളും നടത്തിയല്ലോ. അതിലിപ്പോൾ ഏറ്റവും വലിയ എനിക്ക് നേരിട്ട് അനുഭവപ്പെടുന്നൊരു കാര്യം നമ്മുടെ ദേശീയപാതയുടെ ആരംഭഘട്ടത്തിൽ ഒരുപാട് സമരങ്ങൾ വന്നു. അങ്ങനെ സമരങ്ങൾ വന്നൊരു ഘട്ടത്തിൽ അത് SUCIക്കാർ അങ്ങനത്തെ പാർട്ടികളാണ് സമരം നടത്തി. ആ ഒരു ഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയുണ്ടായ സമയം എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞങ്ങളുടെ ലെഫ്റ്റിന് അകത്ത് വലിയ പ്രശ്നം വന്നു. കാരണം നമ്മുടെ വോട്ടൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടൊരു വിഷയം വന്നു. അങ്ങനെ ഞങ്ങൾ CPI CPM ആലോചിച്ച് നമുക്ക് എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സമരസമിതി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു സമരസമിതി ഉണ്ടാക്കിയന്ന്. അതിൻ്റെ ചെയർമാൻ ഞാനായിരുന്നു. അതിൻ്റെ കൺവീനർ നമ്മുടെ അഹമ്മദ് ആയിരുന്നു, PM അഹമ്മദ്. ഞങ്ങളത് എല്ലാ പഞ്ചായത്തിലും, അത് അഴീക്കോട് മുതൽ അണ്ടത്തോട് വരെയുള്ള എല്ലാ പഞ്ചായത്തിലും സമരസമിതി ഉണ്ടാക്കി ജനങ്ങളോട് അഭിപ്രായങ്ങൾ ആരാഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ മാക്സിമം പൈസ കിട്ടണം, സ്ഥലം നഷ്ടപ്പെടുന്നതിനും സ്ഥാപനം നഷ്ടപ്പെടുന്നതിനും അതിന് നഷ്ടപരിഹാരം നന്നായി കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു. ഞങ്ങളത് വെച്ചിട്ടൊരു വലിയ മെമ്മോറണ്ടം തയ്യാറാക്കി അന്ന്
ഗവൺമെൻറ്റിനെ സമർപ്പിച്ചു. എനിക്ക് തോന്നുന്നു അതിൻ്റെ തൊട്ട് പറയുകയാണ്, അതിനെ തുടർന്നാണ് നമ്മുടെ സെൻട്രൽ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാവുന്ന തീരുമാനം ഉണ്ടായത്. ആ തീരുമാനപ്രകാരം ഭൂമിക്ക് വലിയ വില കിട്ടുന്ന സാഹചര്യം ഉണ്ടായി, കെട്ടിടങ്ങൾക്ക് നല്ല റേറ്റ് കിട്ടി. അപ്പോൾ അതോടുകൂടിയിട്ട് പിന്നെ ആ സമരത്തിന് പ്രസക്തി ഇല്ലാണ്ടായി. ഞങ്ങൾ ഭൂമി വിട്ടുകൊടുത്തു. പിന്നീട് ഞങ്ങളടുത്ത് തന്നെ പലരും ചോദിച്ചിട്ട് ഞങ്ങളുടെ ഭൂമി കൂടി ഏറ്റെടുപ്പിക്കാൻ വല്ലതും മാർഗമുണ്ടോ എന്ന്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വികസനത്തിന് ആരും എതിരല്ല, അതിന് അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നഷ്ടപ്പെടുന്നതിന് തത്തുല്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ വലിയൊരു വികസനം ഉണ്ടായില്ല തീരപ്രദേശത്ത്. ഈ ഡീലുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് എല്ലായിടത്തും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ വികസനം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ടോ? അത് കേരളത്തിലെ മലയാളിയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു കുഴപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലാറ്റിൻ്റെയും ദോഷങ്ങളെക്കുറിച്ചാണ് കൂടുതൽ. അത് നമ്മുടെ മീഡിയകളുടെയും ഒരു വലിയ സ്വാധീനം. നേരെ മറിച്ച് ഇതിനേക്കാളൊക്കെ വലിയ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതല്ല, നെഗറ്റീവ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ രീതിയിൽ ചർച്ച വരുന്നുണ്ട്. അത് ന്യായമായ അത്തരം കുഴപ്പങ്ങളുണ്ടെങ്കിൽ പറയും വേണം. എന്നാൽ എല്ലാറ്റിൻ്റെയും ദോഷങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതി വികസനത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. ഈ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് നേരെ ആരോപണങ്ങൾ ഉണ്ടാകാറില്ല. പ്രതിപക്ഷം ആരോപണങ്ങൾ നിലവിലുള്ള ഭരണകക്ഷി ആ പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് നേരെയും ചോദ്യമുനകൾ വരുന്നൊരു അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വേണ്ടത് പ്രതിപക്ഷം എന്താ വെച്ചാൽ വസ്തുതാപരമായിട്ടുള്ള ഒരു വിമർശനം കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞ് അതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ നോക്കുക ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ വസ്തുതകൾ ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നുണ അല്ലെങ്കിൽ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് തള്ളിപ്പോകുന്നൊരു സ്ഥിതി ഉണ്ടാവും. കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുതാപരമായിട്ട് യുക്തിഭദ്രമായിട്ട് വിമർശനം കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വി.ഡി. സതീശനൊക്കെ പ്രതിരോധത്തിലാവണതിൻ്റെ ഒരു കാര്യം അതാണ്. അങ്ങനെയൊന്നും കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ വിഡ്ഢികളാക്കാൻ പറ്റില്ല. അത് ഇതിൻ്റെയൊക്കെ ശരി തെറ്റുകൾ, ന്യായാന്യായങ്ങളൊക്കെ കൃത്യമായി വിലയിരുത്തി പറയാൻ കഴിയുന്നവരാണല്ലോ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് കേരളത്തിലെ വോട്ടർമാരും ജനങ്ങളും. തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയകരമായിട്ടുള്ള ഒരു ഫലം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.